എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്മ പയർ കൊണ്ട് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് പയർ 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോഴേ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൽ ഈ കപ്പിന് 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് 2-3 വിസിൽ കേൾക്കത്തക്ക തരത്തിൽ വേവിച്ചെടുക്കണം. ഇപ്പം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. നല്ല വെന്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനെടുത്താൽ കറി നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 സവാള, 2 ടൊമാറ്റോ, 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, 3 അല്ലി വെളുത്തുള്ളി, അതെല്ലാം കൂടി അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാളയെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നല്ല ബ്രൗൺ കളർ ആകണമെന്നില്ല. സവാളയുടെ പച്ചമണം മാറിക്കിട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ സവാളയും ഉള്ളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി മതിയാകും. 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ച് വെച്ചിട്ടുള്ള പയറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വഴറ്റിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വെള്ളവും കൂടി പയറിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി അതിന് നല്ലപോലെ ഒന്ന് തിളച്ച് കറി കുറുകി വരണം. കുറുകി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ്. വളരെയധികം വൈറ്റമിൻസുമുള്ള ഒരു പയറാണ് രാജ്മ പയർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.